നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ആര് തീരുമാനിച്ചു? ഞാൻ തന്നെ തീരുമാനിച്ചു. അതെ, അതാണ് പാർട്ടിയുടെ ഒരു അവസ്ഥ. കഴിഞ്ഞ 10 വർഷവും അങ്ങനെയായിരുന്നു. പിണറായി എന്ന ആ കരുത്തിൻ്റെ അപ്രമാദിത്വമായിരുന്നു. എന്നെ ഞാൻ തന്നെ ആക്കി. അതെ, ഞാൻ തന്നെ എന്നെ ആക്കി. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം പിണറായി രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനായിട്ട് ഇപ്പോൾ ഒരുപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കമ്മിറ്റികളും ഒക്കെ ഇപ്പോൾ ധൈര്യപൂർവ്വം രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് തിരുവായ്ക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ചെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് രൂക്ഷ വിമർശനമാണ്. കാരണം കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിക്കെതിരായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ കണ്ണൂർ ആർ ഡിയുടെ മരണത്തിൽ, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഏതാണ്ട് പാർട്ടിക്കുള്ളിൽ ആദ്യമൊക്കെ ഒരു ഘട്ടം വരെയൊക്കെ ശബ്ദമുയർത്തി പിടിച്ചു നിന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലുണ്ട് നിന്നത് ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഇതിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അവർ അതിരൂക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ ഇത്തവണ 2 ടൈം ഇളവ് കൊടുത്തിട്ടാണ് മത്സരിച്ചത്. ഇത്തവണ മത്സരിക്കേണ്ടിയിരുന്നില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആക്കരുത്. കാരണം വേറെ ഏതെങ്കിലും നേതാവിനെ, കാരണം അദ്ദേഹത്തിൻ്റെ ഭരണശൈലി അത് ജനത്തിന് ഇഷ്ടമല്ല. ഇനി അങ്ങോട്ട് പ്രതിപക്ഷ നേതാവാകുമ്പോൾ അപ്പം ഫ്ലെക്സിബിൾ ആകണം. അത് വളരെ ശരിയാണ്. മാത്രമല്ല, പൊതുവെ CPM-നകത്തുള്ളൊരു വികാരം, പിണറായി വിജയൻ്റെ ശൈലിയെക്കുറിച്ച് വലിയ പരാതിയുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാം പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന ഈ ജില്ലാ ഘടകങ്ങൾ, അത് സെക്രട്ടേറിയറ്റ് ആയാലും കമ്മിറ്റി ആയാലും ജില്ലാ ഘടകങ്ങൾ തൊട്ട് താഴോട്ട് ശരിക്കും പാർട്ടിയെ നിലനിർത്തുന്നത് അവരാണ്. അല്ലാതെ ഈ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒന്നുമല്ല, കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒന്നുമല്ല. പാർട്ടിയെ നിലനിർത്തുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എപ്പോഴും നിലനിർത്തുന്നത് അവരുടെ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് തൊട്ട് ജില്ല വരെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. സംഘടനാ പ്രവർത്തനം, അതാണ് കേഡർ. അല്ല, മറ്റതെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അവര് ഈ ഭരണത്തിന്റെ സുഖങ്ങളൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ്. അത് ഇവിടുന്ന് ഒരു പ്രത്യേക കാലം കഴിഞ്ഞ പോലീസ് സേനയില് കേരള പോലീസ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസ് പട്ടാളത്തിലുണ്ടല്ലോ കമ്മീഷൻഡ് ഓഫീസേഴ്സും ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സും പിന്നെ നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സും ജവാന്മാരും. അതെ, ഈ നോൺ കമ്മീഷനിലാണ് ഈ ജവാന്മാർ വരുന്നത്, സാധാ ജവാന്മാരൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെ അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഈ പാർട്ടിക്കെതിരെ പൊതുജനങ്ങളിൽ വളരെ ശക്തമായ എതിർപ്പുണ്ട്. അതായത് പാർട്ടിക്കെതിരെ അങ്ങനൊരു എതിർപ്പുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലാതെ പാർട്ടിക്കെതിരായ വികാരമുണ്ടെന്നല്ല. അവർ പറഞ്ഞു പാർട്ടിക്കെതിരെ ഒരു എതിർപ്പ് പൊതുജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം ഈ ഭരണരംഗത്തെ വീഴ്ചകളും ഭരണവിരുദ്ധ വികാരവുമാണ്. അങ്ങനെയൊന്നും ഇല്ലെന്നാണല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരൊക്കെ പറഞ്ഞത്. മഹാന്മാരെല്ലാം അതാ ഞാൻ പറഞ്ഞില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട്, ജനത്തിന്റെ വിധി അറിഞ്ഞപ്പോഴാണ്. അതെ, വാസ്തവത്തിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിക്കേണ്ടത് അവിടെയാണ്. ജില്ല തൊട്ട് താഴോട്ടാണ് പാർട്ടി, ജില്ല തൊട്ട് മേളിലോട്ടുള്ളത് പാർട്ടിയല്ല, ഒരു കൂട്ടം നേതാക്കളാണ്. ജില്ല തൊട്ട് താഴോട്ട് പാർട്ടി ഘടകങ്ങൾ നമ്മൾ, അതായത് ഒരു മണ്ഡലത്തിലെ ഒരു ഏരിയയിലെ ഒരു ലോക്കലിലെ ഒരു ബ്രാഞ്ചിലെ ഒരു സാധാ പ്രവർത്തകൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, 2026 തിരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ സാധ്യത? വളരെ കൃത്യമായിട്ട് ഉത്തരം പറയും. ഒരു പക്ഷേ ഒരു BJP നേതാവിനോ അല്ലെങ്കിൽ BJP പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനോ ഒന്നും അത് സാധിച്ചില്ലെന്ന് വരും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകന് ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റും. കാരണം അവർ താഴെ തട്ടി പ്രവർത്തിക്കുന്നവരാണ്, അവർക്ക് രാഷ്ട്രീയം അറിയാം. അതിനെയാണ് ഈ പിണറായി കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ആശയത്തെ മാറ്റിയിട്ട് അവിടെ പിണറായിസത്തെ കൊണ്ടുവച്ചത്. അതാണ് വലിയ തിരിച്ചടിയായത്. അപ്പോൾ ജനവികാരം എതിരാണ്, ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന് തിരിച്ചറിയുന്നതിൽ, അതിലൂടെ ഉണ്ടായിരിക്കുന്ന ജനകീയ എതിർപ്പിനെ വിലയിരുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേവലം ഒരു ജില്ലയിൽ മാത്രമല്ല, ഇനിയിപ്പം മറ്റു ജില്ലകളിലേക്ക് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുക. കണ്ണൂർ പാർട്ടിയുടെ പൊന്നാവരം കോട്ടയായ കണ്ണൂരെന്ന് തന്നെ ആ വിമർശനം ഉയർന്നു കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിൽ ഉയർന്ന ആ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ
സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ആ പാർട്ടിക്ക് മറ്റൊരു വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിന്നില്ല, പാർട്ടിക്ക് ഭാര്യയ്ക്ക് വേണ്ടി വേണ്ടി നിന്നില്ല. എനിക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി. എൻ്റെ കുടുംബത്തിന് ആ ഒരു നിലപാടാണ് പാർട്ടി അമ്പാടെ അത് തകർത്തത്. തുറന്നു പറയാനുള്ള ധൈര്യവും വിമർശിക്കാനുള്ള ചങ്കൂറ്റം അവർ കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടില്ല. ടി കെ ഗോവിന്ദൻ പാർട്ടി വിട്ടു പോയപ്പോൾ തിരികെ വരാൻ വിളിച്ചില്ല, ചർച്ച ചെയ്തില്ല. പോണെങ്കിൽ പോകട്ടെ എന്ന നിലപാട്. ആ നിലപാടാണ് ഈ പാർട്ടിയെ ടി കെ ഗോവിന്ദൻ ജയിക്കുകയും പാർട്ടി കണ്ണൂരിൽ നാണം കെടുകയും ചെയ്ത കാര്യത്തിൽ. അതേപോലെ തന്നെ ഇതിൽ പിണറായി വിജയൻ ഇടപെട്ടില്ല. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ രണ്ട് വിജയങ്ങളെ വിലയിരുത്തുമ്പോൾ മാധ്യമങ്ങൾ കാണാതെ പോകുന്ന ഒരു പരാജയം അതിനകത്തുണ്ട്. അല്ല, ശൈലജ, കെ ശൈലജയെ കൊണ്ട് പേരാവൂര് നിർത്തി തോൽപ്പിച്ച് ബലിയാടാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ ശൈലജ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു, പാർട്ടിക്കും അതറിയാമായിരുന്നു, എന്നിട്ടും എന്നെ നിർത്തി, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയാണെന്ന് അവർ ഇപ്പോൾ അവർക്ക് തുറന്നു പറയേണ്ടി വന്നു. അതെ, നമ്മൾ ഇപ്പുറത്ത് കുഞ്ഞികൃഷ്ണൻ്റെയും ഗോവിന്ദൻ്റെയും വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇവരുടെ പരാജയത്തെക്കുറിച്ചും തീർച്ചയായിട്ടും പേരാവൂരിൽ കെ ശൈലജയെ പോലൊരാൾ പരാജയപ്പെട്ടതും ധർമ്മടത്തെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ ക്യാപ്റ്റൻ കാരണഭൂതൻ പിണറായി വിജയൻ, ഈ തെരഞ്ഞെടുപ്പ് നയിച്ചയാൾ, ആ പിണറായി വിജയൻ 6 റൗണ്ട് ധർമ്മടത്ത് പുറകിലായിരുന്നു എന്നുള്ള കാര്യവും ചർച്ച ചെയ്യണം. അത് കമ്മ്യൂണിസ്റ്റുകാർ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആ റീഡിങ്, അവരുടെ താഴെ തട്ടി എന്നുള്ള ആ റീഡിംഗ് ആണ് ക്ലിയർ. അവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലേ? പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് ഇങ്ങനൊരു ഭരണവിരുദ്ധ വികാരം മൂലം പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായ ഒരു എതിർപ്പ്, പാർട്ടിക്ക് നേരെ ഒരു എതിർപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? ആ ജനവികാരം താഴെത്തട്ടിൽ നിന്ന് വായിച്ചെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു. എന്തുകൊണ്ട് ഒരു 5 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞില്ല? ഈ ജില്ലാ സെക്രട്ടറിയേറ്റുകൾ 5 കൊല്ലം ഭരിച്ച അതേ പിണറായി അതേ 5 കൊല്ലത്തെ ശൈലിയിൽ തന്നെയാണല്ലോ അടുത്ത 5 കൊല്ലം ഭരിച്ചത്. അതിന്റെ കാരണം ഞാൻ അന്നൊക്കെ തുടർ ഭരണം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അല്ല, അന്ന് 2021 സ്ഥിതി മറ്റൊന്നാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2016 2021 ജയിച്ചു വന്നത് കമ്മ്യൂണിസം പറഞ്ഞിട്ടാണോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ മേന്മകൾ കൊട്ടിഘോഷിച്ചുകൊണ്ടാണോ അവർ ജയിച്ചു വന്നത്? അല്ല. 2016 അവർ ജയിച്ചത് 5 കൊല്ലം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനോടുള്ള എതിർപ്പ്, പൊതുജനങ്ങളുടെ എതിർപ്പ്. 2, മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി, അതാ RSS പ്രചാരകനായ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു, ഇനി നിങ്ങളെല്ലാം പച്ചയ്ക്ക് തിന്നും, നിങ്ങളെല്ലാം ഈ രാജ്യം വിട്ട് ഓടേണ്ടി വരും എന്നൊക്കെയുള്ള ബീഫ് ഫെസ്റ്റിവൽ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടായതാണോ ഈ ബീഫ് സമരം? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല, വളരെ ആസൂത്രിതമാണ്. അതായത് ഡൽഹിയിലെ കേരള ഹൗസിൽ ബീഫ് വിളമ്പുന്നു എന്നും പറഞ്ഞൊരു കഥ ഇറങ്ങുന്നു. ഉടനെ അവിടെ ഒരു എക്സ്ട്രീം സ്വഭാവമുള്ള ഒരാൾ ചെല്ലുന്നു, അത് ചോദ്യം ചെയ്യുന്നു, അവിടെ ബഹളം നടക്കുന്നു, അവിടെ പോലീസ് വരുന്നു, അത് വലിയ വാർത്തയാകുന്നു. അതിനെതിരെ കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ബീഫ് പാചകം ചെയ്ത്, പിന്നെ ഒരു കൂട്ടർ അത് ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടർ നിങ്ങളെക്കാൾ കേമന്മാർ ഞങ്ങളാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നടു റോഡിലിട്ട് അറുത്ത് തൻ്റെ ഐക്യദാർഢ്യം കാണിച്ച ആളാണ്. അതിലും ഒന്നും ഉണ്ടായില്ലല്ലോ, നടപടിയൊന്നും ഉണ്ടാവില്ല, ഒന്നിലും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് CPM, കമ്മ്യൂണിസ്റ്റ്, അതായത് 2006 VS അച്യുതാനന്ദൻ എങ്ങനെ മുഖ്യമന്ത്രിയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ 100 സീറ്റിൽ ജയിച്ച് അധികാരത്തിൽ വന്നു, അഴിമതി, സ്വജനപക്ഷപാതം, അല്ലേ, പിന്നെ സ്ത്രീ പീഡനം, ഈ വിഷയങ്ങളെല്ലാം, ഭൂമി കയ്യേറ്റം, ഇതെല്ലാം ഉയർത്തിക്കാട്ടി VS എന്നൊരു ഒറ്റയാൾ പട്ടാളം, ഒരു പ്രതിപക്ഷ നേതാവ് രംഗത്തിറങ്ങി സമരം ചെയ്തതിൻ്റെ, പ്രതിഷേധിച്ചതിൻ്റെ, പ്രക്ഷോഭം നയിച്ചതിൻ്റെ, പട നയിച്ചതിൻ്റെയൊക്കെ ഫലമാണ് 2006 വിജയം. ആ 2006 VSനെ വെട്ടി വളഞ്ഞ വഴി കൂടെ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്നയാളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായ പിണറായി വിജയൻ. അത് പക്ഷേ അന്നത്തെ ജനകീയമായ എതിർപ്പുകൾ, മാധ്യമങ്ങളുടെ ഇടപെടൽ ഒക്കെ കൊണ്ടത് സാധിച്ചില്ല. അത് വലിയൊരു ഇച്ഛാഭംഗം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2011 ഈ VS ഫാക്ടർ വർക്ക് ചെയ്തേന്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഏതാനും സീറ്റുകളിൽ തോറ്റുകൊടുത്ത പാർട്ടി, കൂത്തുപറമ്പ് പോലെയുള്ള സീറ്റുകളിൽ, പട്ടാമ്പി പോലെയുള്ള സീറ്റുകളിൽ തോറ്റുകൊടുത്ത പാർട്ടി
എസിനെ 5 കൊല്ലം പ്രതിപക്ഷത്തിരുത്തി വീണ്ടും. അതെ. അതിനുശേഷം എസിൻ്റെ ആരോഗ്യം വളരെ ക്ഷയിച്ചു, എസ് വളരെ വൃദ്ധനായി, 90 കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരംഗത്തിന് ബാല്യമില്ല, ഇനി എസിനെ നമുക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തണ്ട. അത് പൊതുവായൊരു തീരുമാനമാണ്. എസിൻ്റെ കൂടെ നിന്നവർ പോലും യോജിച്ചു. കാരണം എസിന് അനാരോഗ്യമുണ്ട്. അത് കാണിച്ച് ഒപ്പം ഈ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചും അവരെ ഭയപ്പെടുത്തിയും ഒക്കെ ആണ് 2016 അധികാരത്തിൽ വന്നത്. 2006 വന്നതുപോലെ അല്ല. ഉമ്മൻചാണ്ടിയുടെ അഴിമതി, ഉമ്മൻചാണ്ടിയുടെ സ്വജനപക്ഷപാതം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല. നോക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായി പാർട്ടി പറഞ്ഞിരുന്നെങ്കിൽ നോട്ടെണ്ണലിൻ്റെ യന്ത്രം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന കോഴമാണി എന്ന് ആക്ഷേപിച്ച അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് 2020 സഖ്യം ചേരുമോ? അവരെ മുന്നണിയിലെടുക്കുമോ കേരള കോൺഗ്രസ് എമ്മിനെ? അപ്പോൾ അതൊന്നുമല്ല കാര്യം. വളരെ കൃത്യമായിട്ട് തന്ത്രങ്ങളിലൂടെ, അതായത് ഉഡായിപ്പുകളിലൂടെ അധികാരം പിടിച്ചു പാർട്ടി. അങ്ങനെ 2016 അധികാരത്തിലെത്തി. അതിൻ്റെ ആ സുഖ ശീതളിമ, എന്താ പറയുക, അതിൻ്റെ തണലിൽ മുന്നോട്ട് പോയി. 2021 ആയപ്പോൾ എല്ലാവരും പറയുന്നത് കോവിഡല്ല. 2019 മോദി വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ BJPയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ പ്രചാരണം തുടങ്ങി. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. അതൊന്ന്. 2, CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഇത് ഇന്ത്യയിലെ ഓരോ പൗരനുമായിട്ടും ബന്ധമുള്ളതല്ല. അത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടെ മതപീഡനം അനുഭവിച്ച് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവനും കൊണ്ട് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നാൽ അവരെ കയ്യും നീട്ടി സ്വീകരിക്കുക, അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുക. ഇത് 1947 ഉണ്ടാക്കി വെച്ചൊരു കരാറാണ്. ആ കരാറിനെ പിന്നീട് നിയമമായി, ആ നിയമത്തിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതിനെ എന്താ ചിത്രീകരിച്ചത്? ഇവിടെയുള്ള മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും പറഞ്ഞു, നിങ്ങളുടെ പൗരത്വം ഇപ്പം നഷ്ടപ്പെടും, നിങ്ങളൊക്കെ 2ാം തരം പൗരന്മാരാവും, നിങ്ങളെല്ലാവരും ഇനി ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പ്രത്യേക ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി എന്തൊക്കെ നുണകളാണ് പറഞ്ഞത്. ഇവിടെ ഡിറ്റൻഷൻ സെൻറ്റർ മുസ്ലിങ്ങളെ മുഴുവനും പിടിച്ച് ജയിലിലിടാൻ പോകുന്നു. നോക്കൂ, ഒരു രാജ്യത്ത്, ഒരു സ്റ്റേറ്റിൽ പോട്ടെ, ഒരു താലൂക്കിൽ മുസ്ലിങ്ങളെ മുഴുവനും പിടിച്ച് നമുക്ക് ഒരു വില്ലേജിലെ മുസ്ലിങ്ങളെ മുഴുവനും പിടിച്ച് നമുക്ക് ജയിലിലിടാൻ പറ്റും? ജനാധിപത്യ കേരളമാണ്, നടക്കില്ലല്ലോ. അല്ല, ജനാധിപത്യ കേരളം എന്നല്ല, ഇന്ത്യയിൽ അത് സാധ്യമാണോ? നമ്മുടെ ഭരണഘടന എന്താ പറയുന്നത്? UPയിൽ പോലും സ്വതന്ത്രം അടക്കില്ലേ അവര്? അതെ. എന്നിട്ട് ഈ നുണ പ്രചരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതായത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഈ മോഡി സർക്കാരാണ്, വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ഠ കൊണ്ടുവരും. ഇത് വളരെ കൃത്യമായിട്ട് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പടർന്നു. ആ ഭീതി ഇപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി തന്നെയാണ് ഈ ഇടതു വലത് മുന്നണികൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവർ ജീവിക്കുന്നത് ഇതിലാണ്. അവരുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ഒരു പ്രൊപ്പഗാൻഡയിലാണ്, ഈ പ്രചാരണത്തിലാണ്. ഇത് പൊളിയും, ഇതൊക്കെ ഭാവിയിൽ പൊളിഞ്ഞു പോകും. ഇതിനൊന്നും ഇപ്പോൾ നോക്കൂ, 2016 2021 നടത്തിയ പ്രൊപ്പഗാൻഡ പാർട്ടിക്ക് 2026 നടത്തി വിജയിപ്പിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അവിടെ അത് പൊളിഞ്ഞുപോയി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു സംശയം, ഈ പ്രതിപക്ഷ നേതാവായി എന്തായാലും പിണറായി വിജയനെ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഇനി ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലേണ്ടത് ചെയ്യേണ്ടത് അല്ലേ? ജനം അദ്ദേഹത്തിന്റെ പിന്നാലെയല്ല, ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം നിർവഹിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, അത് രാജേഷ് ജി ചോദിച്ചതുപോലെ തന്നെ, അത് അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ആരോഗ്യം നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന്. ശൈലി ശൈലിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കടുത്ത അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. വയസ്സ് 82 അല്ലേ? ഇതെല്ലാം ആ ഒരു കാര്യം മാത്രം കണക്കിലെടുക്കുമ്പോൾ പഴയ ഒരു പോരാട്ട വീര്യം, ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടുന്ന പോരാട്ട വീര്യം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും. ഇത് പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് മാത്രമല്ല, സഭയ്ക്ക് പുറത്തും അദ്ദേഹം പ്രവർത്തിക്കാനുണ്ട്. പദവി മാത്രമായിരിക്കും അത്. ഇത് എനിക്ക് ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഈ പറഞ്ഞതുപോലെ ആ
പദവിയിൽ ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് CPI പറഞ്ഞത് ഒരു പ്രതിപക്ഷ ഉപനേതാവ് ഞങ്ങൾക്ക് വേണമെന്ന്. അതെ, അത് അവർക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ കൊടുത്താൽ CPI ചൂണ്ടിക്കാട്ടുന്ന ഗുണം ഇതാണ്, ഓടിച്ചാടി നടക്കാൻ പറ്റാത്ത പ്രതിപക്ഷ നേതാവിന് തുള്ളിച്ചാടി നടക്കുന്ന ഒരു പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇരിക്കട്ടെ, CPIക്ക് എന്തും പറയാം, അവകാശവാദങ്ങൾ എന്തും ഉന്നയിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ അനാരോഗ്യം. ഈ അടുത്തത് അദ്ദേഹത്തിന് നേരെ നിരവധി കേസുകളുടെ സമ്മർദ്ദമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റി. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു മയം ഉണ്ടായേനെ. VD സതീശനിൽ നിന്ന് ഞാൻ ആ മയം പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരും. രമേശ് ആഭ്യന്തരമന്ത്രി ആയാലോ നേരിടേണ്ടി വരും. അതിൽ കാര്യമില്ല. കാരണം ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് താഴെയാണ്. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചാൽ ആഭ്യന്തരമന്ത്രിക്ക് അത് പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ആഭ്യന്തരമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടീഷൻ വയ്ക്കും, ഇന്ന കാര്യങ്ങളിൽ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊള്ളണം, ചില കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയും അദ്ദേഹത്തോട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ, കാരണം VD സതീശന് വളരെ കൃത്യമായിട്ട് അറിയാം, കേരളത്തിൽ ഇനി ഒരു വശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDFഉം മറുവശത്ത് NDAയും മതി, BJP നേതൃത്വം കൊടുക്കുന്ന NDA മതി. കാരണം BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ് അപ്പുറത്തുള്ളതെങ്കിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ വാലും ചുരുട്ടി ഈ മതന്യൂനപക്ഷങ്ങൾ സതീശനെ പോലൊരാളിൻ്റെ കീഴിൽ നിന്നുകൊള്ളും. അവരെ നിലയ്ക്ക് നിർത്താനും കൂടെ നിർത്താനും ഒക്കെ സതീശനെ അറിയാം. അത് അദ്ദേഹം ചെയ്തുകൊള്ളും. ഇവിടെ ഇതാണ് വിഷയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോൾ 25 സീറ്റുണ്ട്. ആ 25 സീറ്റിൽ നിന്നും കൂടെ എങ്ങനെയെങ്കിലും ഒരു 14 സീറ്റിന് താഴെ എത്തിച്ചാൽ പിന്നെ പ്രതിപക്ഷ നേതാവില്ല കേരളത്തിൽ, അല്ലേ? അപ്പോൾ അത് VD സതീശൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എനിക്ക് തോന്നുന്ന കടക്കണിയിൽപ്പെട്ടൊഴുകുന്ന കേരളത്തെ സാമ്പത്തികമായി കൈപിടിച്ചുയർത്തുക എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപ്പുവച്ച കലം പോലെ നശിപ്പിക്കുക എന്നുള്ളതാണ്, തകർക്കുക എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ ആയതുകൊണ്ട് തന്നെ അതിനുള്ള സംഭാവന അദ്ദേഹവും നൽകും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും കാര്യത്തിലേക്ക് വരാം. അവർ പറഞ്ഞത് ശരിയല്ലേ? രാജേഷ് ജി ആദ്യം ചോദിച്ചത് അതാണല്ലോ, ചൂണ്ടിക്കാട്ടിയത് അതാണല്ലോ. പിണറായി വിജയന് പ്രായ ഇളവ് കൊടുത്തത് എന്തിനാ? മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കാനാണ്, അല്ലാതെ പ്രതിപക്ഷ നേതാവാകാനല്ലല്ലോ. മത്സരിക്കാൻ ഇളവ് കൊടുത്തത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശ്രീ പിണറായി വിജയൻ, അല്ലാതെ ഒരു സാധാ MLA ആകാൻ വേണ്ടിയിട്ടല്ല പിണറായി വിജയൻ ഇളവ് കൊടുത്തത്. പ്രത്യേക ഇളവാണ് കൊടുത്തത് പാർട്ടി. പല നേതാക്കൾക്കും ഇല്ലാത്ത അതെവിടെ താഴെ തൊട്ട് അങ്ങ് മുകളിൽ PB വരെ ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമാണ്. പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, പിണറായി വിജയനാണ് നമ്മുടെ ക്യാപ്റ്റൻ, പിണറായി വിജയനാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുന്നു. ആ ഇളവ് തോമസ് ഐസക്കിന് കിട്ടിയില്ല, G സുധാകരന് കിട്ടിയില്ല, അല്ലേ? അവർക്കാർക്കും കിട്ടിയില്ല. പിണറായി വിജയന് മാത്രം കിട്ടിയ ഇളവാണ്. പക്ഷേ ആ ഇളവ് പ്രതിപക്ഷ നേതാവാകാനായിട്ടല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ പാർട്ടി വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണ്ട എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും ഒക്കെ തീരുമാനം, അല്ലെങ്കിൽ അവരുടെ വാദം അതാണ്. അത് മനസ്സിലാക്കിയാലും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ട് പിണറായി വിജയൻ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് തുടരും. അതാണ് പിണറായി വിജയൻ്റെ കഴിവ്, അവിടെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, താഴെ തട്ടിൽ ബ്രാഞ്ച് തൊട്ട് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല വരെയുള്ള വിവിധ കമ്മിറ്റികൾ ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്കിനെ അനുകൂലിക്കുന്നില്ല. അതായത് ഇലക്ഷന് മുമ്പ് എങ്ങനെയാണോ പാർട്ടിയുടെ താഴെ തട്ടിൽ പാർട്ടിക്കെതിരായ ഒരു നിലപാടുകളും നീക്കങ്ങളും നിശബ്ദം അടിയൊഴുക്കുകളായിട്ട് നടന്നത്, അതിപ്പോഴും തുടരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന് പാർട്ടിയിൽ നിന്ന് ശക്തമായ ഉറച്ച പിന്തുണ കിട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ
എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.